കേരളത്തിൽ LDFും UDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന ടുഡേയ്സ് ചാണക്യ എക്സിറ്റ് പോൾ പ്രവചനം. UDF 60 മുതൽ 78 വരെയും LDF 55 മുതൽ 73 വരെ സീറ്റും നേടുമെന്നും ടുഡേയ്സ് ചാണക്യ പ്രവചിക്കുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് PR അരവിന്ദാണ് ചേരുന്നത്. അരവിന്ദ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ LDFും UDFും തമ്മിലൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണല്ലോ ഈ എക്സിറ്റ് പോൾ പ്രവചനം. അതുകൊണ്ട് തന്നെ ആര് ജയിച്ചാലും അതൊരു വ്യക്തമായ മുൻതൂക്കത്തിൽ ആവില്ല എന്ന് തന്നെയാണോ ഈ പ്രവചനം പറയുന്നത്? കൃഷ്ണ, ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രകാരം UDF 60 മുതൽ 78 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നാണ്. LDF 55 മുതൽ 73 സീറ്റുകൾ വരെ നേടിയേക്കാമെന്ന ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. അതിൽ BJP 3 മുതൽ 11 സീറ്റ് വരെ നേടാമെന്നതാണ് ഈ ഫലങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ തൂക്കുസഭ അടക്കം വരാനുള്ള സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് ടുഡേയ്സ് ചാണക്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായൊരു പോരാട്ടം അത് കേരളത്തിൽ നടക്കുന്നു. കൃത്യമായൊരു മുൻതൂക്കം ആർക്കും നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്നതാണ് ടുഡേയ്സ് ചാണക്യ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം UDF അധികാരം നേടുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് കൃത്യമായി ശക്തമായൊരു പോരാട്ടം നടക്കുന്നു. തൂക്കുസഭയ്ക്ക് അടക്കം കേരളത്തിൽ സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ ജാതി സമവാക്യങ്ങൾ അടക്കം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ടുഡേയ്സ് ചാണക്യ വ്യക്തമാക്കുന്നുണ്ട്. നായർ വോട്ടുകൾ UDFിലേക്ക് 32% പോയപ്പോൾ BJPയിലേക്ക് 39% നായർ വോട്ടുകൾ പോയി എന്നതാണ് വ്യക്തമാക്കുന്നത്. LDFിലേക്ക് 28% വോട്ടുകളാണ് പോയിരിക്കുന്നത്. അതേസമയം മുസ്ലിം വോട്ടുകൾ UDFിലേക്ക് 62% കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അത് BJPയിലേക്ക് 4%വും LDFിലേക്ക് 33%മായി പോയിരിക്കുന്നു. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഏകീകരണം അത് UDFിലേക്ക് നടന്നിരിക്കുന്നു എന്നതാണ് ടുഡേയ്സ് ചാണക്യ വ്യക്തമാക്കിയിരിക്കുന്നത്. BJP മുൻപ് നടത്തിയ തന്ത്രങ്ങൾ അത് അപ്പാടെ പരാജയപ്പെട്ടു എന്ന് ടുഡേയ്സ് ചാണക്യയുടെ ഈ കണക്കുകളിലൂടെ വ്യക്തമാകുന്നു. 11% മാത്രമാണ് ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് പോയതായി ടുഡേയ്സ് ചാണക്യ വ്യക്തമാക്കുന്നത്. എന്തായാലും ശക്തമായൊരു പോരാട്ടം കേരളത്തിൽ നടക്കുന്നു. കൃത്യമായി ആർക്കും തന്നെ ഒരു മുൻതൂക്കം നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്നതാണ് ടുഡേയ്സ് ചാണക്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അസമിന്റെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ ടുഡേയ്സ് ചാണക്യ പുറത്തുവിട്ടിട്ടുണ്ട്. രണ്ട് മുന്നണികളുടെയും ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കുമ്പോഴും BJPക്ക് 3 മുതൽ 11 വരെ സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. കൃഷ്ണ, 3 മുതൽ 11 വരെ സീറ്റുകളാണ് BJPക്ക് ടുഡേയ്സ് ചാണക്യ കേരളത്തിൽ പ്രവചിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു തൂക്കുസഭ വരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നതാണ് ടുഡേയ്സ് ചാണക്യ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. കാരണം ഈഴവ സമുദായത്തിന്റെ 32% അത് BJPയിലേക്ക് വോട്ടായി മാറിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ SC വോട്ടുകൾ 18% എത്തിയിട്ടുണ്ട്. നായർ വോട്ടുകൾ ഏറ്റവും അധികം കേന്ദ്രീകരിച്ചിരിക്കുന്നത് BJPയിലേക്ക് എന്നതാണ് ടുഡേയ്സ് ചാണക്യ വ്യക്തമാക്കുന്നത്. 39% നായർ വോട്ടുകളും അത് BJPയിലേക്ക് പോയി എന്ന് ടുഡേയ്സ് ചാണക്യ വ്യക്തമാക്കുന്നു. ശക്തമായ ഒരു മുന്നേറ്റം BJP ഇത്തവണ സംസ്ഥാനത്ത് കാണിക്കും എന്നതാണ് ഇപ്പോൾ ടുഡേയ്സ് ചാണക്യ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ അധികാരത്തിൽ ആരിക്കണമെന്ന് തീരുമാനിക്കുന്നത് BJP ആയിരിക്കുമെന്നത് ടുഡേയ്സ് ചാണക്യ ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. 3 മുതൽ 11 വരെ സീറ്റുകളാണ് BJPക്ക് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രവചിച്ചിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം സംസ്ഥാനത്ത് LDFും UDFും തന്നെ തമ്മിൽ നടത്തുന്നു. അപ്പോൾ ശക്തമായൊരു പ്രകടനവുമായി BJPയും രംഗത്തുണ്ട് എന്ന് തന്നെയാണ് ടുഡേയ്സ് ചാണക്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.